നമസ്കാരം, ഏവർക്കും മന്ത്രാക്ഷരിയിലേക്ക് സ്വാഗതം. ജ്യേഷ്ഠമാസത്തിലെ ശുക്ലപക്ഷ ഏകാദശിയെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത്. വളരെ പ്രധാനപ്പെട്ട ഏകാദശിയാണിത്. നിർജ്ജല ഏകാദശി, ഭീമ ഏകാദശി എന്നെല്ലാം ഇതിനെ വിളിക്കാറുണ്ട്. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ജലം പോലും കുടിക്കാതെ ഏകാദശി വ്രതം എടുക്കുന്ന രീതിയാണ് നിർജ്ജല ഏകാദശി എന്ന് പറയുന്നത്. ഈ ഏകാദശി വ്രതകഥ ശ്രീകൃഷ്ണ ഭഗവാന്റെ ഏറ്റവും പ്രിയപ്പെട്ടവരായ പഞ്ചപാണ്ഡവന്മാരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പാണ്ഡവരുടെ വനവാസകാലത്ത് ഭഗവാൻ ശ്രീകൃഷ്ണൻ ഏകാദശി വ്രതമെടുക്കുന്നതിൻ്റെ മാഹാത്മ്യത്തെക്കുറിച്ച് യുധിഷ്ഠിരനോട് പറഞ്ഞു കൊടുക്കുകയും അവർ അതനുസരിച്ച് നിഷ്ഠയോടുകൂടി കൃത്യമായി തന്നെ എല്ലാ ഏകാദശി വ്രതങ്ങളും അനുഷ്ഠിച്ചിരുന്നു. എന്നാൽ പാണ്ഡവപുത്രന്മാരിൽ രണ്ടാമനായ ഭീമൻ മാത്രം ഏകാദശി വ്രതം അനുഷ്ഠിച്ചിരുന്നില്ല. കാരണം അദ്ദേഹത്തിന് തൻ്റെ വിശപ്പും ദാഹവും അടക്കി നിർത്താൻ സാധിച്ചിരുന്നില്ല. വൃഗോദരൻ എന്ന മറ്റൊരു പേരുകൂടി ഭീമനുണ്ട്. ഭക്ഷണം എത്ര തന്നെ കഴിച്ചാലും പെട്ടെന്നു തന്നെ ദഹനം നടക്കും. അതിനാൽ തന്നെ അദ്ദേഹത്തിന് വിശപ്പ് തീരെ സഹിക്കാനും കഴിഞ്ഞിരുന്നില്ല. യുധിഷ്ഠിരൻ, നകുലൻ, സഹദേവൻ, അർജുനൻ, പാഞ്ചാലി, കുന്തിദേവി എന്നിവരെല്ലാം കൃത്യമായി തന്നെ ഏകാദശി വ്രതങ്ങൾ അനുഷ്ഠിച്ചു. അങ്ങനെയിരിക്കെ പിതാമഹനായ വ്യാസമഹർഷി ഇവരെ കാണാനായി വനവാസകാലത്ത് എത്തി. അപ്പോഴാണ് അടുത്തു തന്നെ ഏകാദശി വ്രതം വരുന്നുണ്ടെന്നും എന്നാൽ ഭീമൻ മാത്രമാണ് അത് അനുഷ്ഠിക്കാത്തതെന്നും അറിയുന്നത്. സർവപാപങ്ങളും അകറ്റി സ്വർഗപ്രാപ്തി നൽകുന്ന മഹത്തായ വ്രതം അനുഷ്ഠിക്കണമെന്നും വ്യാസൻ പറഞ്ഞു. ഇതു കേട്ടുനിന്ന ഭീമൻ തനിക്ക് മാത്രം അത് സാധിക്കുന്നില്ലെന്നും കഴിഞ്ഞ ഏകാദശികളൊന്നും തന്നെ എടുക്കാറില്ലെന്നും അങ്ങനെ വന്നു ചേർന്നിട്ടുള്ള സർവപാപങ്ങളും മാറ്റുന്നതിനായി എന്താണ് ഒരു പരിഹാരമെന്നും ചോദിച്ചപ്പോൾ വ്യാസമഹർഷി ഇപ്രകാരം പറഞ്ഞു: ഏകാദശി വ്രതം എടുക്കുന്നത് നിർബന്ധമാണ്. എന്നാൽ ഈ വരുന്ന ജ്യേഷ്ഠമാസത്തിലെ ശുക്ലപക്ഷത്തിൽ വരുന്ന ഏകാദശി വ്രതം ജലപാനം പോലുമില്ലാതെ സൂര്യോദയം മുതൽ അടുത്ത ഉദയം വരെ എടുത്താൽ മറ്റ് 23 ഏകാദശി വ്രതം എടുത്ത ഫലം ഈ ഒരൊറ്റ ഏകാദശി കൊണ്ട് ലഭ്യമാകുമെന്നും അറിയിച്ചു. ഇതുപ്രകാരം ഭീമൻ വ്രതനിഷ്ഠയോടെ നിർജ്ജല ഏകാദശി എടുക്കുകയും പിന്നീട് സ്വർഗം പോകാൻ കഴിയുകയും ചെയ്തുവെന്നാണ് പറയുന്നത്. അങ്ങനെ പാണ്ഡവന്മാരെല്ലാവരും ചേർന്ന് എടുത്ത ഈ ഏകാദശി വ്രതത്തിന് പാണ്ഡൈവ ഏകാദശി എന്നും പേരുണ്ട്. പൂർണ്ണ ഉപവാസത്തോടെ നിർജ്ജലമായി ഏകാദശി എടുത്ത ഭീമൻ ദ്വാദശി ഉദയമായപ്പോഴേക്കും തളർന്നു ബോധരഹിതനായി വീണു എന്നും അപ്പോഴേക്കും സഹോദരന്മാർ ചേർന്ന് ഗംഗയിൽ നിന്നും ജലം കൊണ്ടുവരികയും അതിൽ തുളസിയില സമർപ്പിച്ച് ആ തീർത്ഥം സേവിച്ചുവെന്നും അങ്ങനെയാണ് പാരണ വീടിയതുമെന്നുമാണ് വ്രതമാഹാത്മ്യ കഥ പറയുന്നത്. ഇന്ദ്രിയ നിഗ്രഹത്തോടെ ശ്രദ്ധയോടെ വിഷ്ണു പൂജ ചെയ്യുന്നവർക്ക് ഏകാദശിയുടെ ഫലം പൂർണ്ണമായും ലഭിക്കുമെന്നാണ് വിഷ്ണു ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുള്ളത്. ഇന്നത്തെ സാഹചര്യം അനുസരിച്ച് ആരോഗ്യമുള്ളവർക്ക് ഈ പറയുന്ന വ്രതരീതിയിൽ വ്രതമെടുക്കാവുന്നതാണ്. ഉമിനീരിറക്കാതെ ജലപാനം പോലുമില്ലാതെ വ്രതമെടുത്ത് ഭഗവാന് പൂജകൾ ചെയ്ത് ഭഗവാന് വേണ്ട നേദ്യങ്ങളും സമർപ്പിച്ച് പ്രാർത്ഥനയോടെ ഇരുന്ന് ഈ വ്രതം ഭഗവാന് സമർപ്പിക്കാവുന്നതാണ്. ഏകാദശി തിഥി ആരംഭിക്കുന്നത് ജൂൺ 6, 2025 2:15 AM ഏകാദശി തിഥി അവസാനിക്കുന്നത് ജൂൺ 7, 4:47 AM പാരണ സമയം ജൂൺ 7 1:44 PM തുടങ്ങി 4:31 PM വരെയുണ്ട്. ദശമി, ഏകാദശി, ദ്വാദശി എന്നീ 3 ദിവസങ്ങളിലായാണ് ഏകാദശി വ്രതം അനുഷ്ഠിക്കേണ്ടത്. ഈ ദിവസങ്ങളിൽ എണ്ണ തേച്ചുകുളി പാടില്ല. ഏകാദശിക്ക് മുൻപുള്ള ദശമി ദിവസം ഒരിക്കലുണ്ണാം. അന്ന് വൈകുന്നേരം അരിഭക്ഷണം പാടില്ല. പഴവർഗ്ഗങ്ങൾ കഴിക്കുന്നതാണ് ഉത്തമം. ഏകാദശി ദിവസം ബ്രാഹ്മണർക്കോ സാധുജനങ്ങൾക്കോ ജലം, വസ്ത്രം, ആഹാരം, കുട, ചെരിപ്പ് എന്നിങ്ങനെ സാധിക്കുന്ന പോലെ എന്തും ദാനം ചെയ്യാവുന്നതാണ്. പകലുറക്കം പാടില്ല. രാത്രി സമയങ്ങളിൽ ഉറങ്ങുന്നത് കിടക്കയിലാവരുത്. പായയിലോ വിരിപ്പിലോ ആകാം. ഏകാദശി ദിവസം തുളസി പറിക്കരുത്. അതിന് തൊട്ടു മുൻപുള്ള ദിവസങ്ങളിൽ തുളസി പറിച്ചു വെക്കാം. തുളസി ദേവിക്ക് നെയ്വിളക്ക് സമർപ്പിക്കുന്നതും ഉത്തമമാണ്. ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റ് സ്നാനം ചെയ്തതിനു ശേഷം വെളുത്ത നിറത്തിലുള്ളതോ മഞ്ഞ നിറത്തിലുള്ളതോ ആയ വസ്ത്രങ്ങൾ ധരിക്കുന്നതും ഉത്തമമാണ്. ക്ഷേത്ര ദർശനം നടത്തി
ഭഗവാന് ഇഷ്ടപ്പെട്ട വഴിപാടുകൾ ചെയ്തതിനു ശേഷം വിഷ്ണു സഹസ്രനാമം, വിഷ്ണു അഷ്ടോത്തര ശതനാമാവലി, ഭാഗവതം, ഭഗവത്ഗീത എന്നിങ്ങനെയുള്ള പുണ്യഗ്രന്ഥങ്ങൾ വായിക്കുന്നതും നാമങ്ങൾ ജപിക്കുന്നതും ഉത്തമമാണ്. വ്രതമെടുക്കുന്നവർ ആയാസമുള്ള ജോലികളൊന്നും തന്നെ എടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ വളരെയധികം ക്ഷീണിതരായി പോകും. കഠിനമായ ഈ ഒരൊറ്റ വ്രതം കൊണ്ട് തന്നെ എല്ലാ ഫലങ്ങളും പൂർണ്ണമായും ലഭിക്കുമെന്നുള്ളതിനാൽ തന്നെ ഈ വ്രതം വളരെയധികം പുണ്യദായകമാണ്. അതുകൊണ്ട് തന്നെ സാധിക്കുന്നവരെല്ലാം ഈ വ്രതം അനുഷ്ഠിക്കുന്നത് ഉത്തമമാണ്. ഹരിയുടെ നാമം നാവിൽ നിന്ന് വിട്ടൊഴിയാതിരിക്കുകയും പൂർണ്ണമായ ആത്മസമർപ്പണത്തോടുകൂടെ ഭഗവാന് ഈ വ്രതമെടുത്ത് സമർപ്പിക്കുകയാണെങ്കിൽ ഭഗവാന്റെ പൂർണ്ണ അനുഗ്രഹം ലഭിക്കുമെന്നുള്ളത് നിസ്തർക്കമായ കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഏവർക്കും ഈ ഏകാദശി വ്രതം എടുക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.